മെൽബൺ ടു ഹൈദരാബാദിൽ ഞാൻ കഴിച്ച ഫുഡ് പറയാം. ഫ്ലൈറ്റിൽ നമുക്ക് മെനു ഉണ്ടായിരുന്നു, നമുക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം. വെൽക്കം ഡ്രിങ്ക് ആയിട്ട് ഓറഞ്ച് ജ്യൂസാണ്, പിന്നെ ട്യൂന സാലഡ് ഓൺട്രേ ആയിരുന്നു. മെയിനായിട്ട് ഞാൻ ചൂസ് ചെയ്തത് ബീഫ് റിബ്സ് ആണ് വിത്ത് വെജിറ്റബിൾസ് ആൻഡ് പാഷ് പൊട്ടാറ്റോ. പിന്നെ ഡെസേർട്ടായിട്ട് നമുക്കൊരു റാസ്ബെറി കോക്കനട്ട് ഫ്ലേവർ പനക്കോട്ടയാണ്. എല്ലാം നല്ലതായിരുന്നു, നമുക്കൊന്നിനൊരു കുറ്റം പറയാൻ പറ്റില്ല. ഞാൻ എല്ലാം ഫിനിഷ് ചെയ്തു, ഭയങ്കര ടേസ്റ്റി ആയിരുന്നു. മാഷ് പൊട്ടാറ്റോ ഒരു ടെർമറിക് ഫ്ലേവറായിരുന്നു, വെജിറ്റബിൾ എല്ലാം ക്രഞ്ചി ആയിരുന്നു, പ്രോപ്പർലി കുക്ക്ഡ്. ബീഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ വായിൽ വെച്ച് അലിഞ്ഞു പോകും, അത്രയ്ക്ക് സ്ലോ കുക്ക് ചെയ്ത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളതായിരുന്നു. നമുക്കൊന്നിനും കുറ്റം പറയാൻ പറ്റില്ല. പിന്നെ നമുക്ക് ഡ്രിങ്ക്സ് ആയിട്ട് നമുക്ക് സ്പാർക്ക്ലിംഗ് വാട്ടർ എന്ത് വേണേലും കിട്ടും കേട്ടോ. ഞാൻ സ്പാർക്ക്ലിംഗ് വാട്ടറാണ് എടുത്തത്. പിന്നെ കൊലാലംപൂരിൽ നിന്ന് നമ്മൾ ഹൈദരാബാദിലേക്ക് പോകുമ്പം ഓൺട്രി ആയിട്ട് ഞാൻ എടുത്തത് സാറ്റയാണ്, ചിക്കൻ സാറ്റെ. പിന്നെ മെയിനായിട്ട് ഞാൻ ചിക്കൻ റൈസ്, അത് വലിയ ഗുണമില്ലായിരുന്നു കേട്ടോ. പിന്നെ പനക്കോട്ടയായിരുന്നു ഡെസേർട്ട്. അത് ബേസിക് പനക്കോട്ടയായിരുന്നു, ഒരു ട്രഡീഷണൽ. നമുക്കതിൽ പ്രത്യേകിച്ച് നല്ലതായിരുന്നു എന്ന് പറയാം, നമുക്ക് കഴിക്കാമായിരുന്നു. ഞാനെല്ലാം കഴിച്ചു. അവന് എൻ്റെ ആവശ്യത്തിനൊക്കെ അവൻ ഉറങ്ങുമായിരുന്നു ഞാൻ കഴിക്കുന്ന സമയത്ത്. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. അങ്ങനെയാണ് ഞങ്ങൾ വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് ഹൈദരാബാദ് വരെ എത്തിച്ചേർന്നത്.